അന്റാർട്ടിക്ക ഹാഫ് മൂൺ ഐലൻഡ്. ചുറ്റും മലനിരകളാൽ ഐസിനാൽ ചുറ്റപ്പെട്ട നല്ല കാഴ്ചകൾക്ക് കണ്ണിനിമ്പമായ കാഴ്ചകൾ തരുന്ന സ്ഥലമാണ് അന്റാർട്ടിക്ക. ക്രൂസ് ഷിപ്പ് എക്സ്പെഡിഷൻ ഷിപ്പുകളുടെ നമ്പർ 1 ഐറ്ററി ഐസിനാൽ ചുറ്റപ്പെട്ട അന്റാർട്ടിക്ക. പല ക്രൂസ് ഷിപ്പ് കമ്പനികളും സ്റ്റാർട്ട് ചെയ്യുന്നത് മുഷൈവ അർജൻറ്റീനയാണ് അവരുടെ ഫസ്റ്റ് പോർട്ട്. അവിടെ നിന്നും ആൾക്കാരെ എംബാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് പോകുന്നത് ഫസ്റ്റ് പോർട്ട് വരുന്നത് മൂൺ ഐലൻഡ്. എല്ലാ ലക്ഷറി ക്രൂസ് ഷിപ്പ്, അൾട്രാ ലക്ഷറി എക്സ്പെഡിഷൻ യാച്ച് ബോട്ട് അവരെയൊക്കെ മെയിനായിട്ടുള്ള തലവേദനയായിട്ട് നിൽക്കുന്ന പൊസിഷനാണ് ഡ്രൈക്ക് പാസേജ്. സോ ഡ്രൈക്ക് പാസേജ് കൂടി കടന്നു വേണം ഫസ്റ്റ് പോർട്ടായ അന്റാർട്ടിക്ക ഹാഫ് മൂൺ ഐലൻഡിലേക്ക് എത്താനായിട്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള വേവ്സ് ആയിരിക്കില്ല. 12 മീറ്റർ വരെയാണ് അവിടുത്തെ വേവ്സ് വരുന്നത്. സോ എത്ര വലിയ ഷിപ്പാണെങ്കിലും റഫ് സീക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതിലൂടെ പാസ് ചെയ്തു പോകാനായിട്ട്. സോ സീ സിക്നെസ് എന്ന പ്രശ്നം ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് കൂടുതലും അഫക്റ്റ് ചെയ്യാറുണ്ട്. ഫൈനലി നമ്മൾ ഹാഫ് മൂൺ ഐലൻഡ് അന്റാർട്ടിക്ക ബേയിൽ എത്തിയിരിക്കുകയാണ്. ഇത് പുറകെ കാണാൻ സാധിക്കും, ഫുൾ ഐസിൻ്റെ മലകളാണ്. നല്ല അടിപൊളി വണ്ടർഫുൾ വിഷ്വൽസാണ്. ഇവിടെ നിന്നും കാണാൻ സാധിക്കും പെൻഗ്വിൻസിനെ. അത് ബൈനോക്കുലർ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ പുറകെ കാണാൻ പറ്റും, ലാസ്റ്റ് എൻഡിലാണ് എല്ലാ പെൻഗ്വിൻസ് എല്ലാം നിൽക്കുന്നത്. ഇതാണ് ക്രൂസ് ഷിപ്പിൻ്റെ ഫൈനൽ പോർട്ട് വരുന്നത്, ഹാഫ് മൂൺ ഐലൻഡ് അന്റാർട്ടിക്ക. ഇവിടെ നിന്ന് അടുത്ത് ഇനി പോകുന്നത് പെൻസുല ഐലൻഡ്, അവിടെയാണ് നെക്സ്റ്റ് പോർട്ട് ഇനി വരുന്നത്. ഇവിടെ നിന്ന് ഷിപ്പ് ഇപ്പോൾ സ്ലോലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ദാമൻ ബേ അന്റാർട്ടിക്ക ഫസ്റ്റ് പോർട്ടിലൂടെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഐസ്ബർഗാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നത്. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്റാർട്ടിക്ക ഹാഫ് മൂൺ ഐലൻഡ്, അതിലൂടെയാണ് ഇപ്പോൾ ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും, ആ ഭാഗത്തൊക്കെ ഫുൾ ഐസാണ്. ടോപ്പ് സൈഡിൽ മലയുടെ ടോപ്പ് ഫുൾ ഐസാണ്. ഇതിൻ്റെ മുമ്പിൽ കൂടിയാണ് ഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി ലൊക്കേഷനാണ് ഹാഫ് മൂൺ ഐലൻഡ് അന്റാർട്ടിക്ക. ഐസ്ബർഗ് ഒരെണ്ണം വരുന്നുണ്ട്. അടുത്ത ഐസി വാട്ടറാണ്. വീണ് കഴിഞ്ഞാൽ ആ സമയം തന്നെ തീരുമാനമാവും. ഐസ് മലയിൽ നിന്ന് പൊട്ടി അടർന്ന് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഐസ്ബർഗ് വരുന്നുണ്ട്. പെൻഗ്വിനെല്ലാം ലാസ്റ്റ് അങ്ങ് ലോങ്ങിലാണ്.
മാക്സിമം വരുമ്പോൾ ഒരു സാംസങ്ങിൻ്റെ S23 അല്ലെങ്കിൽ S24 വീഡിയോ കണ്ടുവരും. എന്നാൽ മാത്രമേ നമുക്ക് സൂം ചെയ്ത് കാണാൻ സാധിക്കുകയുള്ളൂ. ലാസ്റ്റൊക്കെ പെൻഗിൻസ് ഇരിക്കുന്നു, പക്ഷേ ഇതിൽ ഇത്ര സൂമിങ് പോരാ. ഇവിടെ നിന്ന് മാക്സിമം അടുത്തുകൂടി പോകുന്ന മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സോ വലിയൊരു ഐസ്ബർഗ് വരുന്നുണ്ട്. സോ ഐസ്ബർഗ് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താഴേക്ക് തന്നെ ഒരു 3 മീറ്റർ തന്നെ ഡെപ്ത് ഉണ്ട്. സോ ഷിപ്പ് മാക്സിമം നോക്കിയാണ് അവർ അതിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്റാർട്ടിക്ക ആ മൂവി കണ്ടിട്ടുണ്ടാവും, അതേ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഐസാണ് ഈ ഭാഗം ഫുള്ള്. സോ മാസീവ് ഐസ്ബർഗ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്യാൻ പോവുകയാണ്. വലിയൊരു ഐസ് മല ഒരു പൊട്ടി വരുന്ന കാണാൻ സാധിക്കും. ഇതാണ് ഹാഫ് മൂൺ ഐലൻഡിലെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ. വലിയ വലിയ ഐസ് പാളികളാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും പെൻഗിൻസിന് കാണാൻ സാധിക്കും, പക്ഷെ വളരെ ചെറുതാണ്. മാക്സിമം ഒന്ന് ക്യാപ്ചർ ചെയ്ത് നോക്കാം. അടുത്തുകൂടി പോകുന്നതനുസരിച്ചിട്ട് തണുപ്പുകൊണ്ട് നല്ല കൈയൊക്കെ ഫ്രീസായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയാണ് പെൻഗിന് കാണാൻ സാധിക്കും. നല്ല ഐസ് പൊട്ടി അതിൻ്റെ ഈ സൈഡാണ് വന്നിരിക്കുന്നത്, സെൻറ്ററിൽ തന്നെ. അടുത്തുകൂടെ പോകാനനുസരിച്ചിട്ട് തണുപ്പുകൊണ്ട് ഒരു രക്ഷയില്ല. വലിയ ഐസ് പീസാണ്. പെൻഗിൻസ് ഓൾറെഡി ജമ്പ് ചെയ്യുന്നുണ്ട്, കാണാൻ സാധിക്കില്ല. താഴെ കൂടെ ജമ്പ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാണാൻ സാധിക്കും പെൻഗിൻസ് ജമ്പ് ചെയ്യുന്നത്. ഈ ഭാഗത്തോട് കറക്റ്റായിട്ട് കാണാം. താഴെ ചെറുതാണ്, എന്നാൽ കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ഐസ് ഭാഗത്തായതുകൊണ്ടാണ്. ഐസിൻ്റെ പറ്റിയതുകൊണ്ടാണ് ആ പെൻഗിൻസ് എല്ലാ ഭാഗത്ത് നിൽക്കുന്നത്. മാസീവായിട്ടുള്ള ഐസ്ബർഗാണ്. നൈസ് ക്ലൈമറ്റ് ആൻഡ് ലൊക്കേഷൻ ഹാഫ് മൂൺ ഐലൻഡ്. വേറൊരു ഐസ്ബർഗ് മൂവ് ചെയ്യുന്നുണ്ട്, കാണാൻ സാധിക്കും. കറുത്ത കളർ ചെറിയ പോയിന്റ്, അതാണ് പെൻഗിൻസ്. കാണാൻ സാധിക്കും ചെറിയൊരു ഇത് കാണുന്നില്ല, അതാണ് പെൻഗിൻസ് എന്ന് പറയുന്നത്. നമുക്ക് S23 അൾട്ര തന്നെ വേണം, മലയെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ.
ഹാഫ് മൂൺ ഐലൻഡ് ഫൈനൽ പോർട്ട്. സോ ഫുൾ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഐസ്ബർഗാണ് കാണുന്നത്. കാണാൻ സാധിക്കും ഐസ് പീസ് ഇട്ട് പോകുന്നത്. ഫുൾ ഐസാണ്. ആണ് ഹാഫ് മൂൺ ഐലൻഡ് അന്റാർട്ടിക്ക. ഇവിടെ കാണാൻ സാധിക്കും പെൻഗ്വിൻസ് ജമ്പ് ചെയ്യുന്നത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ലാസ്റ്റ് എൻഡിൽ പെൻഗ്വിൻ ജമ്പ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. വളരെ ചെറുതാണ് ജമ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. വളരെ ചെറിയ ഇതാണ് പെൻഗ്വിൻസ്. Coming out on deck here. Penguins on the side of the vessels as we cruise along on this magnificent part of the entire peninsula. Truly amazing place. പെൻഗ്വിൻസ് ജമ്പ് ചെയ്യുന്ന കാഴ്ചയാണ് അനൗൺസ് ചെയ്തത്. കാണാൻ സാധിക്കും ആ ഭാഗത്ത് ജമ്പ് ചെയ്യുന്നത്. വളരെ ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. നല്ല അടിപൊളിയായിട്ടാണ്. വളരെ ചെറുതാണ്. ഒരു കൂട്ടത്തോടെയാണ് ജമ്പ് ചെയ്യുന്നത്. കുറച്ചങ്ങ് അറ്റത്താണ് സംഭവം. ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ക്ലിയറാണ്. സണ്ണൊക്കെ നല്ല സൂര്യപ്രകാശം ഉള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കാണാൻ സാധിക്കും ലാസ്റ്റ് അവിടെ ഫുൾ ഐസിൻ്റെ മലകളാണ്. ഇതുപോലെ ഒരു കാഴ്ച ഇതുവരെ മിസ്സായിട്ടില്ല. നല്ല അടിപൊളി വിഷ്വൽസാണ്. ഫുൾ ഐസിൻ്റെ മലയാണ് നിൽക്കുന്നത്. ഈ ഐലൻഡ് ക്രോസ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് പെൻസിൽ, അത് ഫൈനൽ ക്രൂയിസ് ഷിപ്പിൻ്റെ പോർട്ടാണ്, അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഭാഗത്തൊക്കെ ഫുള്ള് പെൻഗ്വിൻസാണ്. പക്ഷെ നമുക്കത് കാണാൻ വളരെ ചെറുതായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. Side, in the top position, you'll see a small iceberg with a block of ice perched on top of it.